ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ സന്ധികൾ, പേശികൾ, അസ്ഥികൾ എന്നിവയുടെ ചികിത്സയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ഒരു ശാഖ തന്നെയാണ് പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് പീഡിയാട്രിക് ഓർത്തോപീഡിക്സിനെ കുറിച്ചാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഡോക്ടർ ഈശ്വർ ടി രമണി തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് വിഭാഗം? ഇതൊരു സ്പെഷ്യാലിറ്റി തന്നെയാണോ? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ എല്ല് രോഗങ്ങൾ വരുമ്പോൾ എല്ല് ഡോക്ടറെ സമീപിക്കുന്നു. പക്ഷെ കുട്ടികളുടെ എല്ല് രോഗം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ശൃംഖല തന്നെയാണ്. അതായത് ജനിക്കുന്ന സമയം മുതൽ, ജനിത രോഗങ്ങൾ മുതൽ സാധാരണയായിട്ട് കാണുന്ന ഫ്രാക്ചേഴ്സ്, വേറെ വൈകല്യങ്ങളും, എല്ലിൽ വരുന്ന ഇൻഫെക്ഷൻസും, അങ്ങനത്തെ അസുഖങ്ങൾ, അത് തുടങ്ങി പലതരം ജനിത രോഗങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു വൻ വെറൈറ്റി തന്നെ ഇതിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം ചികിത്സിക്കണമെങ്കിൽ അതിനൊരു പ്രാവീണ്യം നേടി അത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണ് പീഡിയാട്രിക് ഓർത്തോപീഡിക്സ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയങ്ങളിൽ, ഇപ്പം കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ തന്നെ വളർന്നു വരുന്നൊരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഇത് കരുതുന്നത്. ആദ്യം ഓർത്തോപീഡിക്സിന്റെ ഭാഗം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ പീഡിയാട്രിക്സ് മാത്രം നോക്കുന്ന ഡോക്ടർമാരായി, സ്പെഷ്യലിസ്റ്റായി നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഡോക്ടർ, അപ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചികിത്സ ഏതൊക്കെയാണ്? ഇതാണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റും പെട്ടെന്നൊന്ന്, ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ? ഒരു ക്ലബ് ഫുട്ടാണ്. ഇപ്പൊ ജനിത രോഗങ്ങളിൽ നിന്ന് നമ്മൾ എടുത്താൽ ആദ്യം ക്ലബ് ഫുട്ട് എന്ന് കേട്ട് കാണും. ക്ലബ് ഫുട്ട് എന്ന് പറഞ്ഞാൽ കാല് ഉള്ളിലേക്ക് വളഞ്ഞൊരവസ്ഥ. അതാണ് ഒരു ജനിത രോഗം. ഇതിന്റെ ചികിത്സയിൽ ഇതിന്റെ പരിധിയിൽ വരുന്ന ഒരു ജനിത രോഗം. രണ്ടാമത്തത് പലതരം ഈ ഡിസ്പ്ലേസിയ എന്ന് പറയും. അതായത് സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, കാല് പല രീതിയിൽ വളവുള്ള ആൾക്കാർ, അതൊക്കെ ജനറ്റിക് ആയിട്ട് വരുന്ന അസുഖങ്ങളാണ്. അതും ഇതിന്റെ ചികിത്സയിൽ വരുന്നതാണ്. ഇതിന്റെ കൂടെ നട്ടലില് പല കുട്ടികൾക്കും ജനിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ വരാം. സ്പൈന ബൈഫിഡ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ MMC, മെനിങ്കോ മൈലോസി എന്ന് പറയും. അതായത് നട്ടലിന്റെ മിഡിൽ പോർഷൻ ഒരു ഗ്യാപ്പുള്ള അവസ്ഥകൾ, ഇതും ഇതിന്റെ കൂടെ വരുന്നതാണ്. കൂടാതെ നട്ടലിന്റെ വളവ്, സ്കോളിയോസിസ്, അതും ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. ചില കുട്ടികൾക്ക്, മൂക്കില്ലാതെ കുട്ടികൾ ജനിക്കുമ്പോൾ തലച്ചോറിലേക്ക് പോകുന്ന ഈ രക്തോട്ടത്തിന്റെ കുറവ് കാരണം സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കാരണം കുട്ടിക്ക് നടക്കാനും കാല് മുന്നോട്ട് എടുത്തു വെക്കാൻ, കൈ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഇതും ഇതേപോലെ ഈ പീഡിയാട്രിക് ഓർത്തോപീഡിക്സിൽ ചികിത്സ ചെയ്യേണ്ടതാണ്. ഇതല്ലാതെ കുട്ടികളിൽ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളെടുത്താൽ ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ്, കായികമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളിൽ സ്പോർട്സ് ഇഞ്ചുറീസ്, പലതരം സ്പോർട്സ് ഇഞ്ചുറീസ് വരാം. അപ്പോൾ നമ്മൾ കീബോർഡ് സർജറിയൊക്കെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ കുട്ടികളിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ പീഡിയാട്രിക് സ്പോർട്സ് ഇഞ്ചുറി, അതേപോലെ ഫ്രാക്ചേഴ്സ്, മുതിർന്നവരിലുള്ള പോലെ തന്നെ കുട്ടികളിലും ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം. അതിന്റെ ചികിത്സ വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു തനിയ വിഭാഗമായിട്ട് വരുന്നത്. പിന്നെ കുട്ടി ഒരു മെച്യൂരിറ്റിയോട് അടുക്കുമ്പോൾ, അഡലസെന്റ് ഏജിൽ വരാവുന്ന ചില എല്ല് രോഗങ്ങളുണ്ട്. അതും പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജൻ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഒരു വലിയ വെറൈറ്റി തന്നെയുണ്ട് ഈ പീഡിയാട്രിക് ഓർത്തോപീഡിക്സിൽ. അപ്പൊ ഇതിന്റെ ഓരോരോ ട്രീറ്റ്മെന്റും, അതും പ്ലാസ്റ്റർ മുതൽ ഫിസിയോതെറപ്പി, പിന്നെ സർജറി, പലതരം സർജറികൾ ഇതിലുണ്ട്. ഇതെല്ലാം ഇതിന്റെ തുടർ ചികിത്സ ആവശ്യമായതിനാൽ ഇതിന്റെ ചികിത്സ ചിലപ്പോൾ ജനിക്കുന്ന സമയം തൊട്ട് ഓൾമോസ്റ്റ് അഡൾട്ട്ഹുഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഡോക്ടർ പറഞ്ഞു തുടങ്ങിയത് ക്ലബ് ഫുട്ട് എന്ന വൈകല്യത്തെ കുറിച്ചാണ്. എന്താണ് അതൊന്ന് വിശദീകരിക്കാമോ? അതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ് അതൊന്ന് പറയാമോ? ഈ ക്ലബ് ഫുട്ട് എന്ന് പറയുമ്പോൾ ജനിക്കുന്ന സമയത്തുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ജനിത ഒരു വൈകല്യമാണ് ക്ലബ് ഫുട്ട്, അംഗവൈകല്യമാണ്. അപ്പൊ അതില് ഈ പാദത്തിന്റെ ഉൾഭാഗം ഉള്ളിലോട്ട് വളഞ്ഞ്, അതായത് ക്ലബ് എന്നുള്ള വാർത്ത തന്നെ ഈ ഹോക്കി കളിക്കാൻ ഉപയോഗിക്കുന്ന
ക്ലബ്, ഹോക്കിയുടെ വടിയുടെ ഷേപ്പ്. അപ്പൊ അതാണ് കാലിന്റെ പാദത്തിന്റെ ഏകദേശം ഷേപ്പ്, ഉള്ളിലോട്ട് ഇങ്ങനെ വളഞ്ഞിട്ട്. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാലിലോ അല്ലെങ്കിൽ രണ്ട് പാദമോ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും മാതാപിതാക്കൾക്ക് ആദ്യം കാണുമ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വൈകല്യമായിട്ടാണ് ഇത് കാണുക. നല്ലോണം ഉള്ളിലോട്ട് വളഞ്ഞ അവസ്ഥ മുതൽ ചെറിയൊരു അവസ്ഥ മൈൽഡ് ആയിട്ടുള്ളത് വരെ എല്ലാം വെറൈറ്റി ഇതിലുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ ആശങ്കജനകമായിരിക്കുമെങ്കിലും ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ വളരെ ഒരു പോൺസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുടെ ചികിത്സാ രീതിയാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കാരണം വളരെ നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ചികിത്സയിലുള്ളത്. അപ്പോൾ ക്ലബ് ഫുട്ട് ചികിത്സയാണ് പീഡിയാട്രിക് ഓർത്തോപെഡിക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്. ആ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ, എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത്? അപ്പൊ ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ ഈ പോൺസെറ്റി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഡോക്ടറുടെ ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ഇപ്പോൾ പിന്തുടരുന്നത്. ഇതിന് മുന്നേയുള്ള ചികിത്സ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷെ പോൺസെറ്റി ചികിത്സ വന്നതോടെ അത് ലോകമെമ്പാടും വ്യാപിച്ച് അത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചികിത്സയാണ്. അപ്പൊ ഇതിൽ കുട്ടി ജനിക്കുന്ന സമയം മുതൽ തുടങ്ങാം, അത് വൈകിക്കേണ്ട കാര്യമില്ല. ഈവൻ പ്രീമച്വർ ആയിട്ട് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്കത് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് ആഴ്ചക്ക് കുട്ടിയുടെ കാലിന് മൈൽഡായിട്ട് മോൾഡ് ചെയ്ത് പ്ലാസ്റ്റർ ഇടുക. പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രാക്ചർ ആയാൽ നമ്മൾ വെള്ള കളറിൽ ഇടുന്ന അതേ പ്ലാസ്റ്റർ, ഇപ്പോൾ നാടൻ ഭാഷയിൽ മാവ് കെട്ടെന്ന് പറയും. ആ വെള്ള പ്ലാസ്റ്റർ കാലിൽ ചുറ്റിയിട്ട് മെല്ലെ മോൾഡ് ചെയ്ത് ഈ വളഞ്ഞ അവസ്ഥയിൽ നിന്ന് ക്രമേണ മോൾഡ് ചെയ്ത് ആഴ്ചക്ക് പ്ലാസ്റ്റർ മാറ്റിയിടും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അതിൻ്റെ മുന്നത്തെ ആഴ്ചയെക്കാളും കുറച്ചും കൂടെ മോൾഡിങ് ചെയ്യും. അങ്ങനെ ക്രമേണ കാല് ഒരു നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ 3 ഘട്ടമാണ്. ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് ഈ പ്ലാസ്റ്റർ ഇടുന്നത്. അപ്പോൾ അത് ശരാശരി ഒരു 5 അല്ലെങ്കിൽ 6 പ്ലാസ്റ്റർ ഇതിന് വേണ്ടി വരും. ഒരു 6 ആഴ്ച, ചിലപ്പോൾ അതിന് മുന്നേ തന്നെ തീർന്നേക്കാം. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം കുതികാലിൻ്റെ ഞരമ്പ് ചിലപ്പോൾ ടൈറ്റ് ആണെങ്കിൽ ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. സർജറി കാരണം പുറത്ത് മുറിവൊന്നും ഉണ്ടാവില്ല, വളരെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡോട്ട ഉണ്ടാവുള്ളൂ. അതാണ് രണ്ടാമത്തെ ഘട്ടം. ഇത് രണ്ടും കഴിഞ്ഞാൽ കാല് ഏകദേശം മാതാപിതാക്കൾക്ക് തന്നെ കാണാവുന്നതാണ്, ഏകദേശം ഫ്ലാറ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പാദം പോലെ ഉണ്ടാവും. അതിനുശേഷം അതേ അവസ്ഥയിൽ തന്നെ അത് തുടരാൻ വേണ്ടി ഒരു തരത്തിൽ പറഞ്ഞ ഒരു അച്ചെടുക്കുന്ന പോലെ ഒരു ഷൂ കാലിന് നിർമ്മിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഷൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, 2 ഷൂ കണക്ട് ചെയ്തൊരു ബാർ ഉണ്ടാവും. അതാണ് ഈ ഷൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഷൂ ആണ് 3ാമത്തെ ഘട്ടം. ഈ ഷൂ ഇടുന്നതിൻ്റെ ഒപ്പം അമ്മയ്ക്ക് ചെയ്യാനായിട്ട് കുറച്ച് എക്സസൈസും നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ചികിത്സയുള്ളത്. സാധാരണഗതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഡോക്ടർ, പിന്നെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് ഈ സെറിബ്രൽ പാൾസി എന്നുള്ളത്. ഇത് ശരിക്കും ഈ ബുദ്ധിമാന്ദ്യം തന്നെയാണോ? ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അതിനെ കുറിച്ചൊന്ന് മൊത്തമായിട്ട് വിശദീകരിക്കാം. അപ്പോൾ ഈ ജനിച്ച ആ സമയം തൊട്ട് എടുക്കുകയാണെങ്കിൽ ഈ ജനന സമയത്ത് പറ്റുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ തലച്ചോറിലൊരു ക്ഷതമാണ് സെറിബ്രൽ പാൾസി. അതായത് കുട്ടികൾ ജനിക്കുമ്പോൾ നമ്മളിപ്പോൾ മൂപ്പില്ലാതെ കുട്ടികൾ ജനിക്കുമ്പോൾ പ്രീ ടേം എന്ന് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ ബ്രെയിനിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അമ്മയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കുട്ടിയിലേക്ക് പകരാം, അല്ലെങ്കിൽ മൂപ്പില്ലാത്ത കുട്ടി ജനിച്ച് ICUയിൽ വെക്കുമ്പോൾ ഈ രോഗപ്രതിരോധ ശക്തി കുറവായത് കാരണം ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം, ഷുഗർ കുറയാം, ഇങ്ങനെ പലതരം അപകടങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് തലച്ചോറിലേക്കുള്ള ഈ ഓക്സിജൻ സപ്ലൈ, അതായത് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസലിൽ ഓക്സിജൻ സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രാണവായു കിട്ടാതെ ബ്രെയിനിൻ്റെ സെല്ലുകളിൽ ഡാമേജ് വരും. ഈ ഡാമേജ് കാരണം ഇപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആയാൽ ലൈറ്റ് ഓഫ് ആവും. അതേപോലെ ബ്രെയിനിൽ ഓരോരോ പാർട്ടും ഓരോരോ ശരീരഭാഗത്തെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സന്തുലിതമായിട്ടുള്ള കറണ്ട് എപ്പോഴും ഈ ഞരമ്പുകളിലൂടെ പ്രവഹിക്കണം. അപ്പോൾ ഈ ഒരു ബ്രെയിൻ സെല്ലിന് ഡാമേജ് വന്നാൽ ഈ കറണ്ടിൻ്റെ പ്രവാഹം താളം പറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കോച്ച് വലിച്ച് കൈ ടൈറ്റ് ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ കാല് വളരെ ഇറുകിയ അവസ്ഥ, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നാച്ചുറലി അംഗങ്ങൾ ചലിപ്പിക്കാനും നടക്കാനും
കൈ ഉപയോഗിക്കാനും ബുദ്ധിമുട്ട് വരും. ഈ അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. അപ്പോൾ ബ്രെയിനിൽ വന്ന ക്ഷതം ശരീരത്തിനെ അനക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണ് സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. സെറിബ്രൽ പാൾസി ആൾക്കാർ പറയും ഈ വയ്യാത്ത കുട്ടിയാണ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. അതപ്പോൾ സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം അല്ല. അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അംഗങ്ങൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ് സെറിബ്രൽ പാൾസിയിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അപ്പൊ ഈ സെറിബ്രൽ പാൾസി നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇത് തലച്ചോറിലെ ഈ ഞരമ്പുകൾക്കാണ് ഈ ക്ഷതം വരുന്നത്. അപ്പോൾ ശരീരത്തിലെ അവസ്ഥ അനുസരിച്ച് ഞരമ്പുകൾ സ്വയമായിട്ട് ആക്കിയെടുക്കാൻ കഴിവ് എത്രയും ചെറുപ്പത്തിൽ നല്ലോണമുണ്ട്. അതായത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ഒരിക്കൽ വ്രണം വന്ന ഞരമ്പുകൾ സ്വയം തിരിച്ച് പ്രകൃതി തന്നെ അതിൻ്റെ ആ മുറിവ് മാറ്റി തിരിച്ച് നോർമലിലേക്ക് വരുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ ഈ മുറിവ് വന്നിട്ടുള്ള ഞരമ്പ് സെല്ലുകളുടെ ചുറ്റുമുള്ള സെല്ലുകൾ ആ ഡാമേജ് ആയ സെല്ലിന്റെ പ്രവർത്തനം കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്ന അതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ, അതായത് ഷേപ്പ് മാറ്റുക. അതേപോലെ ബ്രെയിന് തന്നെ സ്വന്തം ഷേപ്പ് മാറ്റാനുള്ള കഴിവ് ഏറ്റവും ചെറുപ്പത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെറിബ്രൽ പാൾസിയുടെ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കുട്ടി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിലാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ, ഇതിലാണ് ഇതിന്റെ സക്സസ് ഒരു പരിധി വരെയുള്ളത്. പിന്നെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിന്റെ എത്ര കണ്ട് ഏരിയ ഡാമേജ് ആയിട്ടുണ്ട് അതിനനുസരിച്ചാണ് പിന്നീടുള്ള ചികിത്സയുടെ നിർണ്ണയം വരുന്നത്. അപ്പൊ എന്തായാലും എത്രയും നേരത്തെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലത്. അപ്പൊ ആദ്യം ഇതിന്റെ ചികിത്സയിൽ വരുന്നത് ഒരു പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കുക, അതിൻ്റെ വഴി ഒരു ഫിസിയോതെറപ്പി, അതുകൂടെ ഓക്കുപേഷണൽ തെറപ്പി, പിന്നെ ഓർത്തോ, പീഡിയാട്രിക് ഓർത്തോ ചികിത്സ. അപ്പോൾ ഇതിലെ ചികിത്സകളിൽ ഏർപ്പെടുന്നത് പലതരം ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒന്ന് പീഡിയാട്രിക്സ് ഉണ്ട്, അതായത് പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ന്യൂനറ്റോളജി, പിന്നെ ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് വേണ്ടി വരും. ചില കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ഈ അപസ്മാരം പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ പീഡിയാട്രിക് ഓർത്തോ, അങ്ങനെ പലതരം ഡോക്ടേഴ്സ് ഒരുമിച്ച് ചികിത്സിച്ചാണ് ഈ കുട്ടിയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നേരത്തെ പറയേണ്ട ഈ നട്ടലിൽ ഉണ്ടാകുന്ന വളവുകൾ അഥവാ സ്കോളിയോസിസ് അല്ലേ, അത് എന്താണ്? അതുപോലെ തന്നെ എത്ര തരമുണ്ട്? ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? സ്കോളിയോസിസ് എന്ന് പറയുന്നത് നട്ടലിന്റെ വളവാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു എസിന്റെ ഷേപ്പുള്ള ഒരു ബെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സൈഡിലോട്ട്, അപ്പൊ കുട്ടികൾ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ഇരിക്കുന്നതിനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഇത് പല തരമുണ്ട്. അതായത് ജനിക്കുന്ന സമയത്ത് വരുന്ന സ്കോളിയോസിസ് ഉണ്ട്, ഒരു 5-6 വയസ്സിൽ വരുന്ന സ്കോളിയോസിസ് ഉണ്ട്, 10 വയസ്സ് 12 വയസ്സ് ടൈമിൽ കാണുന്നുണ്ട്, പിന്നെ 13 വയസ്സിൽ കാണുന്നുണ്ട്, 13 മുതൽ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ചികിത്സാ രീതികൾ വേറെയാണ്. അപ്പൊ ഈ കഞ്ചനിറ്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനിക്കുന്ന സമയത്ത്, അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് എക്സ്റേ എടുത്ത് നിർണയിച്ച് ആ എക്സ്റേയിൽ ഈ ഇതിന്റെ ഘടനയിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി എന്നിട്ട് വേണം അത് ചികിത്സിക്കാൻ. അത് പൊതുവായിട്ടൊരു ചികിത്സ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ചികിത്സ ഒന്നും വേണ്ടി വരില്ല, നിരീക്ഷണം മാത്രം മതി എന്ന് പറയും. ചിലപ്പോൾ വളവ് വളരെ കൂടുന്ന രീതിയിലുള്ള വൈകല്യം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശസ്ത്രക്രിയയിലോട്ട് പോയേക്കാം. അതാണ് കഞ്ചനിറ്റൽ, അത് ജനിക്കുമ്പോഴുള്ളത്. ഈ മിഡിൽ ഏജ്, അതായത് 5 വയസ്സ് മുതൽ 13 വയസ്സ് വരെ വരുന്ന സ്കോളിയോസിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സ്കോളിയോസിസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഇതിൽ വളരെ ആദ്യം ഈ ബെൻഡ് കാണാനിടയായ, അത് സാധാരണ അച്ഛനമ്മമാർ പറയുന്നത് ഈ കുളിപ്പിക്കുമ്പോൾ, ഇത് കുഞ്ഞുകുട്ടി കഴിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോൾ മുതുകിന്റെ ഒരു ഭാഗം കയറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു തോള് പൊന്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇടുപ്പിന്റെ ഒരു ഭാഗം പൊന്തി നിൽക്കുന്നു. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം കാണുമ്പോഴാണ് അവരിത് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് ബെൽറ്റ് ഇട്ടിട്ട് ഒരു ചികിത്സയാണ് ആദ്യം നമ്മൾ തുടങ്ങാറ്. വളരെ ചെറിയ മൈൽഡായിട്ടുള്ള ബെൻഡുണ്ടെങ്കിൽ, പ്രായം കുറവുമാണെങ്കിൽ, എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ, പീരിയഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ബെൽറ്റാണ് ആദ്യം ഇതിന്റെ ചികിത്സയായിട്ട് പറയാറ്. പിന്നീട് നല്ല അത് ബെൽറ്റിന്റെ പ്രായം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിരീക്ഷണവും, പിന്നീട് അത് ഒരു പരിധിക്കപ്പുറം ബെൻഡ് കൂടിയാൽ നമ്മൾ സർജറി വേണ്ടി വരും. അപ്പൊ ഈ സർജറി എന്ന് പറയുമ്പോൾ ഈ ബെൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നട്ടലിൻ്റെ ഉള്ളിൽ സ്ക്രൂ റോഡ് ഫിറ്റ് ചെയ്ത് ആ കുട്ടീനെ
സ്റ്റഡി ആയിട്ട് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ ഈ സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു ഈ സ്കോളിയോസിസിന്. അപ്പോൾ ഈ സർജറി റിസ്ക് ഉള്ള കാര്യമാണോ? അതെങ്ങനെയാണ്, അതിനെക്കുറിച്ച് പറയാമോ? ഇപ്പോൾ സ്പൈൻ സർജറി എല്ലാം തന്നെ, പൊതുവെ സർജറി എല്ലാം തന്നെ ആ ഒരു ഗൗരവത്തോടെ കാണണം. സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ ആഡഡ് ആയിട്ട് വരുന്ന റിസ്കുകൾ എന്ന് പറയുന്നത് ഞരമ്പിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സുഷുമ്ന നാഡി, അതിലാണല്ലോ നമ്മുടെ കൈ കാല് ചലിപ്പിക്കാനുള്ള പവർ കിട്ടുന്നത്. അപ്പോൾ ഈ വളഞ്ഞു കിടക്കുന്ന എല്ലിന്റെ ഉള്ളിലാണ് സുഷുമ്ന നാഡിയുള്ളത്. അപ്പോൾ ഈ വളഞ്ഞ എല്ലിനെ നമ്മൾ പിടിച്ച് നിവർത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സുഷുമ്ന നാഡിയിൽ സ്ട്രെച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരാവുന്ന റിസ്ക്കാണ് സ്കോളിയോസിസ് സർജറിയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. മേ ബി 5 to 10% ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ആ ഞരമ്പിൽ ഇഞ്ചുറി വരികയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ പവർ കുറയാനുള്ള ഒരു റിസ്ക്കാണ് ഏറ്റവും കോമൺ ആയിട്ടും, അതാണ് മാതാപിതാക്കൾ ഏറ്റവും പേടിക്കുന്നതുമായിട്ടുള്ള റിസ്ക്. അപ്പോൾ ആധുനിക സ്കോളിയോസിസ് സർജറിയിൽ നമ്മൾ ഇതിൻ്റെ സാധ്യത വളരെ ചുരുക്കാനായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേക യന്ത്രം ന്യൂറോ മോണിറ്ററിംഗ് എന്ന് പറയും. അതായത് കൈകാലിൻ്റെ ന്യൂറോ കണക്ഷൻസ് സർജറി സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സർജറി ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ റിസ്ക് ഏകദേശം ഒരു 5 to 10% ഉണ്ട്. അത് സ്കോളിയോസിസ് വളവ് കൂടുതലാവുന്ന കുട്ടികളിലാണ് ഈ റിസ്ക് കൂടുതൽ. ഇതിനപ്പുറത്തായിട്ട് സാധാരണ സർജറിയിലുള്ള എല്ലാ റിസ്കുകളും ഇതിലുണ്ട്. അപ്പോൾ ഇത് മൊത്തം ആണ് റിസ്ക് എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പൊതുവെ പറയുന്നത്. പക്ഷെ എല്ലാവരും സാധാരണ സക്സസ്ഫുൾ ആയിട്ട് മോഡേൺ ടെക്നിക്സും മോഡേൺ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കത് സേഫായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കുട്ടികളിലെ കാൽമുട്ടിലെ വളവ് കോമൺ ആയിട്ട് കാണുന്നതാണ്. അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? രണ്ട് തരം വളവാണ്. വളവ് എന്ന് പറയുമ്പോൾ കാൽമുട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് രണ്ട് തരം വളവാണ്. ഒന്ന്, കാൽമുട്ടുകൾ തമ്മിലുള്ള അകൽച്ച കൂടുക, അതായത് ബോ ലെഗ് എന്ന് നമ്മൾ പറയും, വട്ടക്കാല എന്ന് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ടൈപ്പ് വളവ്. രണ്ടാമത്തെ ടൈപ്പ് വളവ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളവ്, അതായത് മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക, ആങ്കിൾ ഭാഗം അകന്നു പോവുക. ഇത് നോക്ക് നീ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ട് വളവുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു 2 വയസ്സ് വരെ ചെറിയൊരു ബോലകാണ് എപ്പോഴും പറയുന്നത്. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ഇത് സ്ട്രെയിറ്റ്. 2 വയസ്സ് കഴിഞ്ഞാൽ ഈ നോക്കിനി എന്ന് പറഞ്ഞ ഷേപ്പിലോട്ട് മെല്ലെ നീങ്ങും. ഒരു 4 വയസ്സ് വരെ കുട്ടിക്ക് നോക്കിനിയുടെ ഒരു അവസ്ഥ തുടരുകയാണ് പതിവ്. 4 വയസ്സും കഴിയുമ്പോൾ ഒരു 7 വയസ്സിനുള്ളിൽ അത് മെല്ലെ നോർമൽ അലൈൻമെന്റിലോട്ട്. ഇതാണ് ഒരു നോർമൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്. അപ്പൊ ഇതില് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം. എല്ലാ കുട്ടികളും ഒരേ പ്രായത്തിൽ മാറില്ല. ചില കുട്ടികൾക്ക്, എസ്പെഷ്യലി വിറ്റമിൻ ഡി കുറയുന്ന കുട്ടികൾക്ക്, അതേപോലെ മുട്ടിന്റെ ചുറ്റുമുള്ള വളർച്ചയിൽ മാറ്റമുള്ള കുട്ടികൾക്ക് ഇതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അത് ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കുട്ടികളെ നിരീക്ഷണത്തിൽ വെച്ചിട്ട് അതിൽ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക, എക്സ്റേ എടുക്കുക, ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുകയാണ് പതിവ്. ഇതിൽ നിന്നൊരു ഡീവിയേഷൻ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പ്ലാനിൽ തന്നെ. ശരി ഡോക്ടർ, എന്തായാലും നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി അതിഥിയായി എത്തിയത്. താങ്ക് യു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.